ഈ നമ്മളിപ്പോൾ അവസാനം കണ്ട ഈ സുഗാന്ധിത്തെക്കുറിച്ച് ആ ചിത്രത്തെക്കുറിച്ച് അതേപോലെ അദ്ദേഹം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചെറിയ ചിത്രങ്ങൾ ചേർത്തിട്ട് ഇപ്പോൾ 4 പെണ്ണുങ്ങൾ അങ്ങനെയുള്ള ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തെ മുൻനിർത്തി എന്തെങ്കിലും പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിപ്പോൾ ഈ ചിത്രം വളരെ കണ്ടംപററിയാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമാണ് ഈ സിനിമയിൽ ഉള്ളത്. ഈ പിന്നെ വീടുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരസ്പരം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ, അവരുടെ ജീവിതം രണ്ടായിട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ വളരെ സാധാരണമായിട്ടുണ്ട് ഈ ഡൈവോഴ്സ് എന്ന് പറയുന്ന സംഗതി. അതുപോലെ വളരെ പ്രധാനമായിട്ട് പരീക്ഷയെ തോറ്റാൽ ഉടനെ തന്നെ കുട്ടി ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടിയെ തന്നെയല്ല, പല സമയത്തും കുട്ടിയുടെ തള്ളയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കേസുകൾ പലതുമുണ്ട്. അപ്പോൾ ഞാനതുപോലെ മനഃപൂർവ്വമായിട്ടുണ്ടാക്കിയ കഥാപാത്രങ്ങളല്ല, റിയലായിട്ടുള്ള യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിന്ന് എടുത്ത കഥാപാത്രങ്ങളാണ്. പിന്നെ മൂന്ന് കഥാപാത്രങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഈ സുഖമായ മരണം അന്വേഷിച്ച് വരുന്നവർ. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത്, ഇവർ വളരെ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഇവരാരെയും കൊല്ലാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവരെ ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്ലാന്. അതാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഒരുത്തൻ അയാൾ എന്ത് പറഞ്ഞാലും രക്ഷയിലേക്ക് മരിച്ചേ പറ്റുള്ളൂ എന്നത്. അപ്പോൾ ഇവരാകെ കുഴയുന്നതാണ്. കുഴഞ്ഞിട്ട് അവർ കുറച്ച് ബുദ്ധിയുള്ളവരായതുകൊണ്ട് പിന്നെ ഒരു വഴി, പിന്നെ പോംവഴി സ്വയം കണ്ടുപിടിക്കുന്നു. അതാണ് അതിൻ്റെ കഥ. അപ്പോൾ അത് സാധാരണ രീതിയിൽ പിന്നെ നാട്ടുകാരുടെ ഇന്നൊക്കെ പരാതി ചെന്നിട്ടുണ്ട്, ഇവരെന്താ അവിടെ ആളുകളെ കൊല്ലുന്ന പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ പേര് കച്ചവടം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് പോലീസ് അന്വേഷിക്കാൻ വരുന്നത്. അതിൻ്റെ ഘടന എങ്ങനെയാണ്, നമുക്കൊരു സർപ്രൈസിൽ നിന്ന് നമ്മൾ തീരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നിൽ നിന്ന് വേറൊരു അപ്രതീക്ഷിതത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഘടനയുടെ പ്രത്യേകതയാണ്. പോലീസുകാരനെ ഇവരെ ശരിക്കും ചോദ്യം ചെയ്യാനും ഇവരെ വളരെ കൃത്യമായി എതിരഭിപ്രായത്തോടെ വന്ന ഒരു പോലീസ് ഇൻസ്പെക്ടർ നേരെ തിരിയുന്നതാണ്. അയാൾ ഇവരുടെ ഒരു ആസ്വാദകനായിട്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തിയെ കൃത്യമായിട്ട് അയാൾ അതിനെ അഭിനന്ദിക്കുന്ന രീതിയിലേക്ക് മാറുക. അതാണ് അതിൻ്റെ കഥ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ ഇത് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് എടുത്ത കഥാപാത്രങ്ങളാണ്. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ പിന്നെ പല ചെറുപ്പക്കാർ, ഒരു പക്ഷേ ചെറുപ്പം കഴിഞ്ഞവർ പോലും നിരന്തരം നടന്ന് പ്രേമിക്കുക. ഒരിക്കലും അവരെ അന്വേഷിക്കുന്നില്ല, അവർക്ക് തിരിച്ചിങ്ങോട്ടുണ്ടോ പ്രണയമൊന്നും അന്വേഷിക്കുന്നേ ഇല്ല. അതിന് പകരം ഇവരെല്ലാം കൂടെ, ഈ സ്ത്രീകളെല്ലാം കൂടെ തന്നെ ചതിച്ചു, തന്നെ ഈ പരുവാക്കി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇയാൾക്ക് പ്രണയ നൈരാശ്യം എന്ന് പറയുന്നത്. അത് ഈ പ്രണയം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ആകർഷണവും അങ്ങോട്ടും ഉണ്ടാകുന്ന മതിപ്പും സ്നേഹവുമാണ്. അതാണ് പ്രണയം എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് മറ്റൊരാളിനോടുണ്ടാകുന്നതല്ല. ഇപ്പം നിരന്തരമായിട്ട് കേരളത്തിൽ കാണുന്ന ഒരു സംഗതിയുണ്ട്. ഒരു പെൺകുട്ടിയോട് ക്രമാധികമായിട്ട് പ്രണയം തോന്നുന്നു. അവൾ താൻ ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ, അതായത് അയാളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഉടനെ തന്നെ പിന്നെ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ മണ്ണെണ്ണ കൊണ്ടുവന്നൊഴിച്ച് പിന്നെ തീയിടുക, ഇതൊക്കെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രണയം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ഇയാൾക്ക് കിട്ടുന്ന പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരമല്ല പ്രണയം എന്ന് പറയുന്നത്. അത് പരസ്പരം ഉണ്ടാകേണ്ട ഒരു ആകർഷണവും അതിൽ നിന്നുണ്ടാകേണ്ട പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് പ്രണയം എന്ന് പറയുന്നത്. പലപ്പോഴും എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആവുന്നത്? മിക്ക വീടുകളിലും ഒരു കുട്ടിയും കൂടി വന്ന 2 കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും കൂടെ ഇവർക്ക് ചോദിക്കുന്നതെല്ലാം കൊടുക്കുക. വേറൊരു പെൺകുട്ടിയോട് താല്പര്യം തോന്നിയ ആ പെൺകുട്ടി ഒരു കളിപ്പാട്ടമാണ് ഇവൻ കാണുന്നത്. ഇവന് താഴെ നിന്ന് എന്ത് ചോദിച്ചാലും അത് കിട്ടും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നേരിപ്പോൾ ഉടനെ എടുത്തു കൊടുക്കുന്നു. വേറൊന്നിപ്പോൾ അതും എടുത്തു കൊടുക്കുന്നു. കൊടുത്ത് ഇവനൊരു നല്ലൊരു ഹൈലി ഡെവലപ്ഡ് കൺസ്യൂമറായിട്ട് അങ്ങ് മാറുകയാണ്. ഈ കൺസ്യൂമറിസത്തിൻ്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്നതെല്ലാം കൊടുക്കുക. എന്ന് മാത്രമല്ല, നമ്മുടെ വീടുകളിലെ ഒരു നല്ല ഭാഗം കുടുംബങ്ങളിലും
അവർ മാതാപിതാക്കളുടെ ഒരു വിചാരം, നമ്മൾ കഷ്ടപ്പെട്ടൊക്കെയാണ് ഇത്രയും കാലം ജീവിച്ചത്, നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടാതെ അറിയാതെ വളരണം എന്ന് പല കുടുംബങ്ങളിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരവാണ്. വളരെ തെറ്റായ ഒരു സമീപനമായത്. ഈ കുട്ടി വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അറിയണം എങ്ങനെയാണ് ഈ കുടുംബം കഴിയുന്നത്, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനും അമ്മയും ഇവനെ വളർത്തിക്കൊണ്ട് വരുന്നത്, എങ്ങനെയാണ് ഓരോ ഉടുപ്പ് വാങ്ങിക്കുന്നുള്ള പണം ഇവരുണ്ടാക്കുന്നത് എന്ന് കഷ്ടപ്പാട് അറിഞ്ഞ് തന്നെ വളരണ കുട്ടികൾ. അറിയാതെ വളരുന്ന കുട്ടികളാണ് പഴിച്ചു പോകുന്നത്. അവന് ചോദിക്കുന്നതെല്ലാം കിട്ടുന്നതുകൊണ്ടാണ് കിട്ടാത്ത ചില സാധനങ്ങൾക്ക് വേണ്ടി പിന്നെ അവന് ആഗ്രഹം വരുന്നത്. അങ്ങനെയാണ് ഈ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ ഈ മയക്കുമരുന്നുകൾ വിൽപ്പനയും അതിൻ്റെ ആസ്വാദനമൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നെ വീട്ടുകളിൽ കുഞ്ഞുങ്ങളുമായിട്ട് അച്ഛനമ്മമാർക്ക് ഒരു സംഭാഷണമില്ല. സ്കൂളിൽ പോകുന്ന കുട്ടി തിരിച്ചു പോകുന്നു, അവനെ കൂടി വന്ന് അവന് ട്യൂഷൻ അയക്കുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ വീട്ടിലുള്ള അച്ഛനും അമ്മമാരുമായിട്ട് ഇവന് ഒരു സംഭാഷണമില്ല. ഇവനൊരു സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമില്ല, അമ്മയുമായിട്ടുമില്ല അച്ഛനുമായിട്ടുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ നമ്മുടെ ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. കുട്ടി എന്താണ് പഠിക്കുന്നത്, താഴെ മുതലേ അച്ഛനും അമ്മയും അയാളുടെ കൂട്ടുകാരും, എനിക്ക് പല നല്ല നിലയിൽ വളരുന്ന കുട്ടികൾ വൈകുന്നേരം വന്ന് അച്ഛനോടും അമ്മയോടും കഥകളെല്ലാം പറയും. അവരുമായിട്ട് സമയം ചെലവഴിക്കണം, അവരുടെ മനസ്സറിയണം, അവർ വളർന്നു വരുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണം. അങ്ങനെ സ്നേഹവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പങ്കിടാത്ത വീടുകളിലെ കുട്ടികളാണ് എവിടെയെങ്കിലും ഒരുത്തം കണ്ണ് കാണിക്കുമ്പോൾ അവൻ്റെ പുറകെ ഇറങ്ങി ഓടുന്നത്. അവിടെ ഒരുപാട് സ്നേഹം അവിടുന്ന് കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോകുന്നത്. അങ്ങനെയാണ് കെണികളിലൊക്കെ പോയി പെടുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ പത്രങ്ങൾ വായിക്കുന്ന കഥകൾ വായിച്ചാലറിയാം ഇതാണ് സംഭവിക്കുന്നത്. ഭർത്താവിനെ കൊന്നിട്ട് പോലും വേറൊരുത്തിൻ്റെ കൂടെ, ഭർത്താവിനെയും കുട്ടിയും കൊന്നിട്ട് പോലും വേറൊരുത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറെടുക്കുന്ന പെണ്ണുങ്ങൾ. ഇതൊക്കെ നല്ലൊരു സമുദായത്തിൻ്റെ സ്ഥിതിയല്ല പറയുന്നത്. വളരെ വളരെ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇതിൽ കൂടെ പുറത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വളരെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്.